വൈദ്യുത മീറ്റർ, എയർ ബ്രേക്കിംഗ് സ്വിച്ച്, വാട്ടർ മീറ്റർ തുടങ്ങിയവയാണ് പൊതുമേഖലാ സ്ഥാപനമായ കൊല്ലം മീറ്റർ കമ്പനിയുടെ പ്രധാന ഉൽപ്പന്നങ്ങൾ. KECBയും വാട്ടർ അതോറിറ്റിയുമാണ് ഇവ മീറ്റർ കമ്പനിയിൽ നിന്നും വാങ്ങിയിരുന്നത്. എന്നാൽ 2012 വൈദ്യുത മീറ്റർ വാങ്ങുന്നത് KECB നിർത്തിവെച്ചു. വാട്ടർ അതോറിറ്റിയും നേരത്തെ തന്നെ കരാറിൽ നിന്ന് പിന്മാറിയിരുന്നു. എയർ ബ്രേക്കിംഗ് സ്വിച്ചിന്റെ കരാർ കൂടി KECB ഒഴിവാക്കിയതോടെയാണ് മീറ്റർ കമ്പനി അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്നത്. പൊതുമേഖലാ സ്ഥാപനമായ മീറ്റർ കമ്പനിയിലെ ഉൽപ്പന്നങ്ങൾക്ക് ഗുണനിലവാരമില്ല എന്ന കാരണം പറഞ്ഞാണ് KECB മീറ്റർ കമ്പനിയെ ഒഴിവാക്കി സ്വകാര്യ കമ്പനികളിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത്. അഴിമതി നടത്താനാണ് KECB സ്വകാര്യ കമ്പനികളെ സഹായിക്കുന്നതെന്ന ആരോപണം ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. ഈ സാഹചര്യത്തിലാണ് മന്ത്രിയുടെ സന്ദർശനം. മീറ്റർ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾക്ക് ഗുണനിലവാരമില്ല എന്ന KECBയുടെ വാദം വസ്തുതാപരമാണോ എന്ന് പരിശോധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. മീറ്റർ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ KECB വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് മന്ത്രിതലത്തിൽ ചർച്ച ചെയ്ത് പരിഹാരമുണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. രണ്ട് കാര്യങ്ങളും പരിശോധിക്കാം നമുക്ക്. ഇവരുടെ ഉൽപ്പന്നത്തിന് ഗുണനിലവാരക്കുറവുണ്ടോ എന്നും KECB അത്തരമൊരു പരിശോധന നടത്തിയത് വസ്തുതാപരമായി ശരിയല്ല എന്നുള്ള രണ്ട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ പ്രശ്നം മന്ത്രിമാരുടെ തലത്തിൽ, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ തലത്തിൽ ചർച്ച ചെയ്ത് പരിഹാരം കാണും. ഈ സ്ഥാപനത്തിൻ്റെ രക്ഷയ്ക്ക് ഇലക്ട്രിസിറ്റി ബോർഡ് ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ക്വാളിറ്റിയുടെ കാര്യത്തിൽ എന്തെങ്കിലും കുറവുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ആവശ്യമായ എല്ലാ ക്വാളിറ്റിയുള്ള ഉപകരണങ്ങൾ കൊണ്ടാണ് ഈ സ്വിച്ചിൻ്റെ ചേഞ്ചിങ്ങിനുള്ള ഈ സംവിധാനം ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. UDF സർക്കാർ ഭരണത്തിലിരിക്കെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വൈദ്യുതവിളക്ക് നിർമ്മിച്ചു നൽകുന്ന കരാർ മീറ്റർ കമ്പനിക്കാണ് നൽകിയിരുന്നത്. ഇതേ മാതൃകയിൽ തദ്ദേശ സ്ഥാപനങ്ങളുമായി സഹകരിച്ചുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ ശ്രമിക്കുമെന്നും മന്ത്രി അറിയിച്ചു. അതേസമയം കമ്പനിയിലെ തൊഴിലാളികളുടെ ഈ മാസത്തെ ശമ്പളവും മുടങ്ങും. ഷമീർ, റിപ്പോർട്ടർ, കൊല്ലം.